ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ചെറിയൊരു വ്ളോഗുമായിട്ടാണ് വന്നേക്കുന്നത്. നമ്മളെ പൂരങ്ങളുടെ പൂരമായ തൃശ്ശൂർ പൂരം കാണാനായിട്ട് തൃശ്ശൂർ വന്നേക്കുകയാണ്. നമുക്കപ്പോൾ പൂരം കാണാൻ അങ്ങോട്ട് പോകാം. ഞാനിപ്പോൾ എൻ്റെ കൂട്ടുകാരൻ്റെ വീട്ടിലാണ്, ചങ്ക്. അപ്പോൾ ഞങ്ങളെല്ലാം കൂടെ ഇപ്പോൾ പൂരം കാണാൻ പോകും. കുറച്ച് ടീംസിനെ പൊക്കമുണ്ട്, നമ്മളെല്ലാവരും കൂടെ പോകുന്നത്. അങ്ങോട്ട് പോകാം. ഇതാണ് തൃപ്രയാർ അമ്പലം. നമ്മൾ ഈ ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടിൽ കൂടാണ് തൃശ്ശൂരോട്ട് പോകുന്നത്. ഗൈസ്, എൻ്റെ പുറകെ കാണുന്നതാണ് തൃപ്രയാർ അമ്പലം. ഇതാണ് എൻ്റെ കൂട്ടുകാരൻ കിച്ചു. അപ്പോൾ ഇവൻ്റെ വീട്ടിലാണെന്നാണ് നമ്മൾ പൂരം കാണാൻ പോകുന്നത്. അപ്പം ഈ അമ്പലത്തിൽ ഇവിടെ വന്നിരിക്കാനൊക്കെ അല്ലാത്ത വൈബൊക്കെയാണ് കേട്ടോ, ഒരു രക്ഷയില്ല. പിന്നെ ഇവിടെ വന്നിരിക്കുമ്പോൾ അവിടെ ഇരിപ്പിടമൊക്കെ ഉണ്ട് ഇരിക്കാനായിട്ടുള്ള. അപ്പം എന്താ പറയുക, നമ്മളിവിടെ കണ്ട് ഇനി ഇവിടെ നിന്ന് നേരെ തൃശ്ശൂർ പൂരം കാണാനായിട്ട് നമ്മൾ അങ്ങോട്ട് പോവുകയാണ്. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ നിങ്ങളെ ഒന്ന് കാണിക്കാമെന്ന് കരുതി മാത്രമാണ് വന്നത്. ഞാനും ആദ്യമായിട്ടാണ് വരുന്നത്. എനിക്ക് എന്തോ ഇവിടെ വന്നപ്പോൾ വല്ലാത്ത വൈബ് തന്നെ കേട്ടോ. അപ്പം നമുക്ക് നേരെ പൂരത്തിന് അമ്പലത്തിൽ വെച്ച് കാണാം. ഞാനും വരാം തൃശ്ശൂർ പൂരം കാണാൻ. ഇപ്പോൾ അനസ് എന്ന് പറഞ്ഞൊരു കൂട്ടുകാരനുണ്ട്. അപ്പോൾ അവനെ പോയി കണ്ട് ഇവിടെ കണ്ട് അവൻ ഐസ്ക്രീം കച്ചവടം നടത്തുന്നുണ്ട്. കൂട്ടുകാരനെ തപ്പി അവന് ഇച്ചിരി ഫുഡ് കൊടുക്കാം. അവനവിടെ കുറേ നേരം കൊണ്ട് വിശന്ന് നിൽക്കുക. അപ്പോൾ നമ്മൾ അവന് ഫുഡ് കൊടുക്കുന്നതുകൊണ്ട് നമ്മൾ ഇങ്ങോട്ട് വന്നേക്കാം കേട്ടോ. അപ്പോൾ ഇവിടെയാണ് എക്സിബിഷൻ നടക്കുന്നത്. നമ്മളിവിടെ എത്തി കുറച്ച് സമയം കഴിഞ്ഞപ്പോഴത്തേക്ക് കുടമാറ്റം തുടങ്ങിയിട്ടുണ്ടായിരുന്നു. കുറേ അലഞ്ഞ് തിരിഞ്ഞ് ക്ഷീണിച്ചപ്പോഴത്തേക്ക് ഞങ്ങൾ ഒരു ഐസ്ക്രീം കഴിക്കാൻ വെച്ചു. ജസ്റ്റ് ഐസ്ക്രീം കഴിച്ചിട്ട് ഈ ആൾക്കൂട്ടത്തിനിടെ 1 മണിക്കൂറോളം ഇവനെ തെരഞ്ഞതിന് ശേഷമാണ് നമുക്ക് ആളെ കിട്ടിയത്. നീ ഏതാ? ഞാൻ അവിടുന്ന് വന്ന് ഐസ്ക്രീം വാങ്ങിച്ചിട്ടുണ്ടായി ഇപ്പോൾ ഇവിടുന്ന് പോയത്. ഇവന് നമ്മളെ കണ്ടാൽ തിരിച്ചറിഞ്ഞൂടെ? ഇറങ്ങാൻ പറ്റണ്ടേ, ഉള്ളിലാണ് കണക്ഷനൊക്കെ. പൂരമെനിക്കൊന്ന് കാണണ കാന്ത, പൂരമെനിക്കൊന്ന് കാണണ കാന്ത, പൂരമെനിക്കൊന്ന് കൂടണ കാന്ത, പൂരമെനിക്കൊന്ന് കൂടണ കാന്ത, ഇവിടെ എനിക്കൊന്ന് കാണണ കാന്ത, ഇവിടെ എനിക്കൊന്ന് കാണണ കാന്ത, ഇവിടെ എനിക്കൊന്ന് കൊട്ടണ കാന്ത, ഇവിടെ എനിക്കൊന്ന് കൊട്ടണ കാന്ത. മഞ്ഞുമൽ ബോയ്സിന്റെ സ്പിരിറ്റ് ഒന്നും ഇവിടെ തീർന്നിട്ടില്ല കേട്ടോ. ഇവിടെ സുഭാഷ വിളിയുണ്ട്, നമ്മളിവിടെ കുട്ടേട്ട വിളി കേൾക്കും. ഇവനെ ഞങ്ങളെ കച്ചവടം നടത്താൻ വേണ്ടി ഇവിടെ വിളിച്ചോണ്ട് വന്നേ കള്ളത്തേണ്ടി. വലിച്ചോണ്ട് വന്നിട്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഇവിടെ ഏതാണ്ട് ഞങ്ങളെ കാണിക്കാൻ, പൂരം കാണിക്കാനാണ്. ഇവനിവിടെ ഇടയ്ക്കൂടെ വേറെ കച്ചവടം ഉണ്ട്, 3-4 കച്ചവടം ഉണ്ട് കേട്ടോ. ഞങ്ങളത് വാങ്ങിക്കാൻ ചെയ്യുന്നത്. അവന്മാരെ ഞങ്ങളെ കണ്ടിട്ട് ആ വണ്ടി എടുത്തുകൊണ്ട് ഓടിക്കണം. ഞങ്ങൾ കാശ് കൊടുത്തില്ലേ വാങ്ങിയത്. നമ്മൾ വാങ്ങിക്കുകയാണ്. അപ്പോൾ ഗൈസ്, നമ്മൾ കടല വാങ്ങിച്ചു തന്നിട്ട് വെടിക്കെട്ടിന് വേണ്ടി ഇനി കാത്തിരിക്കാം. അപ്പോൾ ഗൈസ്, നമ്മൾ വെടിക്കെട്ട് കാണാനായിട്ട് ഒരു കടയുടെ സൈഡിലായിട്ട് വന്ന് നിൽക്കുകയാണ്. ഇപ്പോൾ സമയം 12:45 ഇനിയിപ്പോൾ 3-4 മണിയോളം ആകുമ്പം വെടിക്കെട്ട് ഇവിടെ തുടങ്ങുന്നതായിരിക്കും. പിന്നെ ഇപ്പോൾ അവിടെ അടുത്ത പൂരം നടക്കുകയാണ്. ആ പൂരം നടന്നതിന് ശേഷമാണ് ബാക്കി വെടിക്കെട്ടിൻ്റെ പ്രോഗ്രാംസൊക്കെ നടക്കാൻ പോകുന്നത്. അപ്പോൾ ഗൈസ്, ഈ കാണുന്നതാണ് മടത്തിൽ വരവ്. തിരുവമ്പാടി ദേവസ്വം നടത്തുന്ന മടത്തിൽ വരവാണ്. ഇവിടെ മുതലാണ് നമ്മുടെ പോലീസ് പൂരം തടയുന്നതും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതും ഇവിടെ മുതലാണ്. ഈ പൂരം പാതിക്ക് വെച്ചിട്ട് കമ്മീഷണറും തിരുവമ്പാടി ദേവസ്വം തമ്മിലുള്ള എന്തോ പ്രശ്നത്തിൻ്റെ പേരിൽ പാതിക്ക് വെച്ച് നിർത്തിക്കുകയായിരുന്നു. ഗൈസ്, വെടിക്കെട്ട് കാണാൻ തന്നെയാണ്. വെടിക്കെട്ട് ക്യാൻസൽ ചെയ്തെന്ന് തോന്നുന്നു. ഇത്രയും ആളുകൾ ഒരു ദിവസം ഫുള്ള് ഉറങ്ങാതിരുന്നിട്ടും 3-3:30 ആയിട്ടും വെടിക്കെട്ടുണ്ടായിരുന്നില്ല. എന്ത് സംഭവിച്ചതെന്ന് അറിയത്തില്ല. ഇന്ന് പൂരത്തിന് വെടിക്കെട്ടില്ലെന്ന് തോന്നുന്നു. എന്തോ പോലീസുകാരെന്തോ വിഷയമൊക്കെ ആക്കിയിട്ടുണ്ട്. എന്തോന്നും അറിയത്തില്ല. നമുക്ക് പുറത്തോട്ട് പോയിട്ട് എന്തോന്നും നോക്കാം. കമ്മീഷനുമായിട്ടില്ല. എല്ലാ വർഷവും ഇങ്ങനെയൊക്കെ തന്നെയാണ് പറയുന്നത്. ആദ്യം വെടിക്കെട്ടില്ല എന്നൊക്കെ പറയും, പക്ഷേ പിന്നെ പതിയായാലും വെടിക്കെട്ട് വരുന്നതാണ്. പിന്നെ എന്താണെന്ന് അറിയത്തില്ല. ഇപ്പോൾ പോലീസുകാർ പോലും ഇവിടെ ആരുമില്ല. ഒരാളെയും കാണാനില്ല. ഇപ്പോൾ ഇതിൻ്റെ അകത്ത് വെടി ഇട്ട് നടക്കുന്നതിനകത്തായിട്ട് ആളുകൾ എല്ലാം കയറിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് ഇവിടെ കയറാൻ പോലും പറ്റത്തില്ല. ഇനി എന്തായാലും ഇവിടെ നാളെ ഒറ്റ മണിക്കൂറിനുള്ളിൽ എന്തായാലും ഒഴിപ്പിക്കാനും നടക്കത്തില്ല. 4 മണിയായി ഇപ്പം. വട്ടത്തിൽ മൂഞ്ചിരിക്കുകയാണ് ഗൈസ്. ഇന്ന് പൂരം വമ്പം ഫ്ലോപ്പ് പൂരം. അവിടെ 2 പടക്കം പൊട്ടിച്ചിട്ടോ, നമുക്ക് ഏറുപടക്കം എങ്കിലും വാങ്ങിച്ച് പൊട്ടിച്ചിട്ട് പോകാം. പൂരത്തിൻ്റെ ഇവിടെ വെടിക്കെട്ടുണ്ടെന്ന് പറഞ്ഞ് നമ്മൾ നിന്നത് വെറുതെ ആയിപ്പോയി. ഇവിടെ ഒന്നുമില്ല, ഒരു പണി പോലും നടക്കുന്നില്ല.
ഇപ്പം സമയം 4 മണിയായിട്ടുണ്ട്. കമ്മീഷണറും തിരുവമ്പാടി ദിവസവും തമ്മിലുള്ള പ്രശ്നത്തിന്റെ പേരിൽ ഇനി വെടിക്കെട്ട് വേണോ വേണ്ടേ എന്നുള്ള ചർച്ച ഉള്ളിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ പൂരം കുളമാവാൻ മെയിൻ കാരണം പോലീസുകാർ തന്നെയാണ്. ഇവരാണ് പൂരം തടയുകയും വെടിക്കെട്ട് 4 മണിയായിട്ടും ഉണ്ടാകാതിരിക്കാനും കാരണം. പൊട്ടില്ല ചേട്ടാ, ഞാൻ ഇപ്പൊ കാലത്തെ ഇങ്ങോട്ട് പോയി പൊട്ടിക്കില്ല ഞങ്ങൾ കുഴപ്പമില്ല. നാളെ പോലോ ആ ഞങ്ങൾ വട്ടത്തി മഞ്ച് നേരം വെളുത്ത് ആകാശത്ത് വെട്ടം വീണ്. എന്നിട്ട് എന്തായാലും ഇതുവരെ വെടിക്കെട്ട് വന്നില്ല. ഞങ്ങളെന്തായാലും പോവാം. ഞങ്ങൾക്ക് ഇത്രയും നേരം നിങ്ങൾ എന്തായാലും ക്ഷീണിച്ച് പണ്ടാരം തുടങ്ങി. അതുകൊണ്ട് ഇനി എന്തായാലും ഞങ്ങൾ പോകാമെന്ന് വെച്ചു. ഇത്രയും നേരം എരി പോലും നിറച്ചിട്ടില്ല. രണ്ട് പേരുടെ ഇല്ല എന്ന് എന്തോ 2 ടീമുണ്ടല്ലോ. ഞങ്ങൾക്ക് മാത്രമേ പൊട്ടിക്കുന്നുള്ളൂ. തിരുവമ്പാടി പൊട്ടിക്കുന്നില്ല. പോലീസുമായിട്ട് എന്താ വിഷയം, അതുകൊണ്ട് മാത്രം പാറമേക്കാളാണ് പൊട്ടിക്കുന്നത്. അവർ പൊട്ടിക്കാതിരിക്കുന്നത് നമ്മൾ വീട്ടിൽ പോയി ഒന്ന് നല്ല ഉറങ്ങട്ടെ. ഇവിടെ നിന്ന് പോയി എല്ലാം എനിക്ക് പോകുന്നവരെല്ലാം പൊട്ടന്മാരാണ്. ആ രീതിയിൽ പൊട്ടന്മാരാക്കി വിട്ടിരിക്കുകയാണ്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ പൂരത്തിന് വന്നിട്ട് നമുക്കിന്ന് വെടിക്കെട്ട് കാണാൻ പറ്റിയില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വെടിക്കെട്ട് നമ്മൾ കാണാൻ വേണ്ടി 5-5:30 6 മണി അടുത്ത് വരെ നമ്മളവിടെ നിന്നിട്ടും കാണാൻ പറ്റാതായപ്പോഴത്തേക്ക് നേരം മൊത്തം പരപരാ വെളുത്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് പൂരത്തിന് വെടിക്കെട്ട് കാണാൻ പറ്റില്ല. ന്യൂസൊക്കെ നിങ്ങൾ കണ്ടു കാണും. അപ്പോൾ എന്ന് വെച്ചാൽ അവിടുത്തെ കമ്മീഷണറും അമ്പല കമ്മിറ്റിക്കാരും തമ്മിലുള്ള പ്രശ്നമാണ്. അങ്ങനെ പൂരത്തിന് നമുക്ക് വെടിക്കെട്ട് കാണാൻ പറ്റിയില്ല. നമ്മളിങ്ങനെ പോന്നു. ഞങ്ങളിവിടെ വന്ന് സുഖമായിട്ട് കിടന്ന് ഉറങ്ങിയിട്ട് ഞാനിനി തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ്. അപ്പം ഇനി നമുക്ക് അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ.